അനിൽ സാറേ, ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഈ ക്രിസ്ത്യൻ സുവിശേഷകന്മാര്, അച്ഛന്മാര്, കന്യാസ്ത്രീകളൊക്കെ നോർത്ത് ഇന്ത്യയിൽ ഇപ്പോഴും പീഡിപ്പിക്കുന്ന ആ പീഡ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അത് നമ്മുടെ അറിവിൽപ്പെട്ടിടത്തോളം ഒരുപാട് പേർ ജയിലിലുണ്ട്, വിചാരണ കാത്തു നിൽക്കുന്നവരുണ്ട്, ജാമ്യം കിട്ടാത്തവരുണ്ട്, പല നിലകളിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളവരൊക്കെ ഉണ്ട്. പല നിലകളിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് സമൂഹത്തോട് പറഞ്ഞതിൻ്റെ പേരിലാണ് ഇവര് വ്യഥകളെല്ലാം അനുഭവിക്കുന്നത്. ഇങ്ങനെ ക്രിസ്ത്യാനിറ്റിയെ പീഡിപ്പിക്കുന്ന അറേബ്യൻ നാടുകളങ്ങ് വിട്ടാരെ, ഏതെങ്കിലും രാജ്യത്ത് ഇതുപോലെ ക്രിസ്ത്യൻ വിഭാഗം പീഡ അനുഭവിക്കുന്ന രാജ്യമുണ്ടോ? എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ത്യയിൽ ഇങ്ങനെ ഈ പീഡകൾ ഇങ്ങനെ തുടർമാനമായി സംഭവിച്ചുകൊണ്ട് ഇതിലൊരു മാറ്റം ഉണ്ടാകുകയില്ലേ? പീഡിപ്പിക്കപ്പെടുന്ന രാജ്യങ്ങളുണ്ട്. വിശേഷിച്ച് ഇസ്ലാം രാജ്യങ്ങളിൽ നല്ല മരണം, ക്രൂരമായ കൊലപാതകങ്ങൾ നൈജീരിയയിലൊക്കെ ഉണ്ട്. ഭീകരമാണ് അവിടുത്തെ അവസ്ഥ. അപ്പം ഇതിനെ ആത്മീയമായൊരു കണ്ണുകൊണ്ട് കണ്ടാൽ ഇത് ഗൗരവത്തിലെടുക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇതാണ് ക്രിസ്ത്യാനിറ്റി. ഈ സഹനങ്ങളിലൂടെ വളരുന്നതാണ് അതിൻ്റെ സൗന്ദര്യം. പക്ഷെ അതിൻ്റെ സഫറിങ് നമുക്ക് ചിന്തിക്കാൻ അപ്പുറത്താണ്, അനുഭവിക്കാൻ അറിയത്തുള്ളൂ. നമ്മൾ ലൈബ്രറിയിൽ സംസാരിക്കുന്ന പോലല്ല ആ ജയിലിൽ കിടക്കുന്നവരുടെ അവസ്ഥ. ശരി, ഒരു ഭാര്യയും ഭർത്താവിനെ അറസ്റ്റ് ചെയ്യുക, രണ്ടുപേരെ രണ്ടിടത്തിട്ടേക്കുക, വിസിറ്റേഴ്സിനെ അനുവദിക്കുന്നില്ല. ഭാര്യ എവിടാന്നറിയില്ല, ഭർത്താവ് എവിടാന്നറിയില്ല, മക്കൾ എവിടാന്നറിയില്ല, അവരെ ഇട്ടിട്ട് പോകുന്ന അവസ്ഥ എന്താണെന്നറിയില്ല. ഫോളോ അപ്പ് വർക്ക് ചെയ്യാൻ ചെല്ലുന്ന നമുക്ക് ചെല്ലാൻ വയ്യ. ഇത്തരത്തിലെ സമാനതകളില്ലാത്ത മാനസിക പീഡ, മറുവശത്ത് ശാരീരിക പീഡ, വ്യാജ കേസുകളുടെ കുരുക്ക്, ഇങ്ങനെയുള്ള ഒരവസ്ഥയെക്കൂടാണ് നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനുള്ള ഒരു മറുമരുന്ന് എന്നുള്ളത് സഭകൾ സംഘടിച്ച്, എല്ലാ സഭകളും ഇക്കാര്യത്തിൽ ഏകീകരിച്ചുകൊണ്ട് നമ്മുടെ ശക്തി, ഭൗതിക ശക്തി, ആത്മീയ ശക്തി കൊണ്ട് പ്രാർത്ഥിക്കുകയും ഭൗതിക ശക്തി കൊണ്ട് നമ്മളുടെ വോട്ട് ബാങ്ക് ശക്തിപ്പെടുത്തുകയൊക്കെ ചെയ്ത് രാഷ്ട്രീയപരമായി ഇതിനെ നേരിടേണ്ടതുണ്ട്. രാഷ്ട്രീയമായിട്ട് എങ്ങനെ നേരിടാൻ പറ്റും? 2.5% ഉള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് രാഷ്ട്രീയ ഭരണമാറ്റങ്ങളിൽ എന്ത് വ്യതിയാനം വരുത്താൻ കഴിയുമെന്ന് ഈ പറയുന്നത്? അല്ല, അത് പറഞ്ഞാൽ ഈ 2.5% എന്നൊക്കെ ഉള്ളത് അപ്രസക്തമായ ഒരു കണക്കാണ്, പഴയ കണക്കാത്. പിന്നെ ഇപ്പോൾ എത്ര ശതമാനം? എൻ്റെ അനുഭവത്തിൽ അറിവിൽ ഒരു 7%-ലധികം ക്രൈസ്തവർ ഇന്ത്യയിലുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ 2% കണക്ക് പറഞ്ഞാൽ ഇന്ത്യയിലെ ജനസംഖ്യ ഒരു 50 കോടിയൊക്കെ വരുവെള്ളം തോന്നുന്നു. പണ്ട് മുതലേ കേൾക്കുന്ന കാര്യം 2.5%. നമ്മൾ കൊച്ചിലെ മുതൽ കേൾക്കുന്നതാണ്. ഇപ്പൊ നമുക്ക് 145 കോടി ജനങ്ങളായപ്പോൾ 7% എന്നായെന്ന് പറയുന്നത് ഒന്നും ഒരു വളർച്ചയല്ല. അല്ല, ഒട്ടുമല്ല, വളർച്ചയല്ല, പുറകോട്ടൊന്നാ എന്റെ അഭിപ്രായത്തിൽ. അതുകൊണ്ട് അത് ഇതിനകത്ത് പ്രായോഗികമാക്കാൻ പറ്റുമെന്ന് എനിക്ക് അല്ല, അത് നമുക്ക് പറ്റുന്നിടത്താണ്. എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പൊ നമുക്ക് ഇത്തരം വിഷയങ്ങളോട് ഗൗരവതരമായൊരു സമീപനമുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോട് ഞങ്ങൾ സഹകരിക്കൂ എന്ന നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറെ മാറ്റം ഉണ്ടാക്കാം, അതേ ഉള്ളൂ. അല്ല, ഇത്രമാത്രം അസഹിഷ്ണുത കാണിക്കാൻ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഈ മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ ഈ ആദിവാസി ദളിത് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ ക്രിസ്ത്യനിലേക്ക് വരുന്നതാണോ ഇവരെ അസഹിഷ്ണുതപ്പെടുത്തുന്നത്? അതിനകത്ത് ഒരു കാര്യമുള്ളത്, ഈ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വിഭവശേഷിയാണ് ദളിതരും ആദിവാസികളും. ഇവർ എഡ്യൂക്കേറ്റഡ് ആകുക വഴി ഈ ചെറിയ കൂലിക്ക് ഇവരെ കൊണ്ട് പഴയ ജോലി ചെയ്യിക്കാൻ പറ്റാതെ സംഘടിച്ചല്ല. വിവരവും വിദ്യാഭ്യാസവും പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ വന്നാൽ പിന്നെ ഇന്ത്യയെ പോലും നിൽക്കില്ല. പഴയ കുതിരയെ കുളിപ്പിക്കണം, 50 രൂപ കൂലിക്ക് ഈ വെളുത്തുള്ളി, ചുവന്നുള്ളി ഇതൊക്കെ പ്ലാൻ ചെയ്യുന്നിടത്ത് വർക്ക് ചെയ്യണം, തക്കാളിത്തോട്ടത്തിൽ വർക്ക് ചെയ്യണം. ഇതിനാളിനെ കിട്ടത്തില്ല. ഇവൻ ഇങ്ങനെ തന്നെ നിൽക്കണം എന്നുള്ളൊരു മാനസിക ബോധം ഇത് സെമീന്ദാർമാരെ ബുദ്ധിമുട്ടിക്കുന്നു. ഇവരിൽ തന്നെ വിഭാഗത്തിന് കള്ള് മേടിച്ചു കൊടുത്ത് നമ്മളെ മതം മാറ്റിയ ആനുകൂല്യം കിട്ടൂല എന്ന് പറയുന്നു. ഇങ്ങനെ മുമ്പോട്ട് കൊടുത്ത് സർക്കാർ പിന്തുണയ്ക്കുന്നു. അപ്പൊ ഈ പാവപ്പെട്ട ആളുകൾ ഇതേ സംസ്കാരത്തിൽ, ഇതേ രീതിയിൽ അവരുടെ വിദ്യാഭ്യാസം ഇല്ലാതെ ദരിദ്രരായി പാവങ്ങളായി എല്ലാ കാലവും ജീവിക്കേണ്ടത് ഈ മുതലാളിമാരായ ആളുകളുടെ, അല്ലെ? അത് വലിയ ബ്രാഹ്മണ സമൂഹം എന്തോ അവിടുത്തെ തന്നെ അല്ലത്. ബനിയ വലിയൊരു കമ്മ്യൂണിറ്റിയാണ്. ഇന്ത്യയിലെ ഒരു 2.5% മാത്രം വരുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ബനിയ, മഹാത്മജിയുടെ.
ഗാന്ധിജിയുടെ ഗാന്ധിജി അല്ല, ഗാന്ധിജി പാഴ്സി ഇത് രണ്ടും ഒന്നാണോ? അല്ല 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 അല്ല. അല്ല, അത് പാഴ്സി ബന്ധം വരുന്ന മറ്റേ നെഹ്റുവിന്റെ കുടുംബത്തിലാണ്. ഓ, മഹാത്മാഗാന്ധിക്ക് ബ്രാഹ്മണല്ല, വൈശ്യനാണ്. വൈശ്യനാണ്. അപ്പൊ അദ്ദേഹം ഇത് പറയുമ്പോ ഒരു അതുകൊണ്ടാണല്ലോ പണ്ട് ഈ വൈക്കത്ത് സത്യാഗ്രഹത്തിന് അദ്ദേഹം വന്നപ്പോഴത്തേക്കും മറ്റേ മനയിലെ നമ്പൂതിരി അകത്ത് കയറ്റാതിരുന്നത്. അതെ അതെ. അതിനകത്ത് ഒരു കാര്യമുള്ളത്, അദ്ദേഹം ഖദറിനെ പ്രോത്സാഹിപ്പിച്ചു. ഇതിനകത്തൊരു കാര്യം അറിയേണ്ടത്, അന്നത്തെ ഏറ്റവും വലിയ ഖദർ വ്യാപാരി ബിർളയാ. ഈ ബിർള മന്ദിറിലാണ് ഗാന്ധിജി താമസിക്കുന്നത്. ഈ ബിർള ഗാന്ധിജിയുടെ സുഹൃത്താ, ഇന്നത്തെ ആദിത്യ ബിർളയുടെ ഒക്കെ അപ്പൻ. അപ്പൊ ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥയുടെ നല്ലൊരു ശതമാനം ഇന്നും ബനിയ ഗ്രൂപ്പിന്റെ കയ്യിലാണ്. അതിൽ ചിലരുടെ പേര് പറയുമ്പോൾ അംബരകം, അംബാനി, അദാനി, ബിർള, നമ്മുടെ മറ്റേ അസിം പ്രേംജി. അസിം പ്രേംജി അതാണോ എന്ന് എനിക്ക് നല്ല ഉറപ്പില്ല. ഈ സമുദായത്തിൽപ്പെട്ട ഇതെല്ലാം ബനിയ ഗ്രൂപ്പാണ്. അപ്പൊ ഇവരുടെ സ്ഥലങ്ങളെല്ലാം കൂടെ പാട്ടത്തിനെടുത്തിട്ട്, അല്ലെങ്കിൽ ഈ മൈൻ ചെയ്തെടുക്കുന്ന മറ്റേ കോള്, ഇതൊക്കെ കൽക്കരി അല്ലേ, ഇതൊക്കെ എടുക്കുന്ന സ്ഥലത്തെ ഇവരെ ജോലി വളരെ ചെറിയ ഒരു പണം കൊടുത്തുകൊണ്ട് ഇവരെ കൊണ്ട് കഠിന ജോലി ചെയ്യിക്കുക. ഇവർക്ക് മനസ്സിലാകുന്ന വിദ്യാഭ്യാസം കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് മിനിമം വേതനം ഈ രാജ്യത്തുണ്ട്, ഈ കഴിവ് പുറത്തുപോയി പ്രയോഗിച്ചാൽ കൂടുതൽ കിട്ടും. ഇങ്ങനെ അറിഞ്ഞ് ഇവർ വിദേശ രാജ്യങ്ങളിൽ ചെല്ലുന്നു. പിന്നെ ഇവരെ ഈ പണിക്കൊന്നും കിട്ടാതെ വരുന്നു. ഇങ്ങനത്തെ ഒരു അംശം ഇതിനകത്തുണ്ട്. അതാണ് ഇവര് ഇങ്ങനെ ഇട്ടാക്കുന്നത്. അതെ അതെ. ഇവർ യാതൊരു കാരണവശാലും ഉയർന്നു പോകാൻ അനുവദിക്കുന്നില്ല. അത് ക്രിസ്ത്യാനിറ്റിയിലൂടെ മാത്രമേ മാറ്റം ഉണ്ടായിട്ടുള്ളൂ. വേറെ ഏത് വഴിക്കാ മാറ്റം ഉണ്ടായിട്ടുള്ളൂ? ഇന്ത്യയിലൂടെ വേറൊരു വഴിക്ക് ഒരു മാറ്റം ഉണ്ടായത് അല്ല. ഞാൻ ചോർക്കുന്നത്, മദ്യപാനം നിർത്തുന്നു, കൊലപാതകം നിർത്തുന്നു, അടിപിടി അക്രമം നിർത്തുന്നു, മറ്റേ അധാർമികതയെല്ലാം വിട്ടിട്ട് ഒരു നല്ല ധാർമ്മിക ജീവിതത്തിലേക്കല്ലേ പോകുന്നത് ക്രിസ്ത്യൻ വിശ്വാസത്തിലേക്ക് വരുന്ന എല്ലാവരും. പക്ഷെ അവർക്ക് ഒരു നല്ല പ്രോത്സാഹനം കൊടുക്കുകയും അവരെ രക്ഷപ്പെടുത്തുകയല്ലേ ചെയ്യേണ്ടത്. അവരേത് മതത്തിലും വിശ്വസിച്ചോട്ടെ, ഇവർ നല്ല മനുഷ്യരായിട്ട് മാറുകയല്ലേ. രാജ്യത്ത് ഇവരെല്ലാം ഭീകരവാദികളായിപ്പോ എന്തോ ചെയ്തത്. അത് മാറിയിട്ട് അവർ സമാധാനപ്രിയരായിട്ട് രാജ്യത്തിന് ഒരു ദോഷവും വരുത്താത്ത നല്ല മനുഷ്യരായിട്ട് അവർ മാറുമ്പോൾ ഇവരെ ഈ രീതിയിൽ ഉപദ്രവിക്കുകയും സഭകളെല്ലാം തല്ലി തകർക്കുകയും പാസ്റ്റേഴ്സിനെ തല്ലുകയും അന്യായമായി കേസെടുക്കുകയൊക്കെ ചെയ്തിട്ട് ഇത്രമാത്രം ഈ ഇന്ത്യ പോലുള്ള ഇത്ര 21ാം നൂറ്റാണ്ടിൽ ഇത് സംഭവിക്കുന്നു എന്ന് പറയുമ്പോഴാണ് നമുക്കത് അങ്ങോട്ട് ദഹിക്കുന്നില്ലത്. അതിന്റെ പരിഹാരം എന്ന് പറയുന്നത് ഈ അതിൽ വെറുതെ ഒരു ചാപ്പകുത്തലാണ് ഈ മതപരിവർത്തനം എന്ന് പറയുന്നത്. മതപരിവർത്തനം, ഇത് ഈ മതം സംരക്ഷിക്കേണ്ട ബാധ്യത ആർക്കാണ്? എൻ്റെ വിശ്വാസം ഞാനാ സംരക്ഷിക്കേണ്ടത്, അത് മറ്റൊരാളല്ല. അപ്പൊ ഇതിന്റെ ഈ ഹിന്ദു മതത്തിൽ നിന്ന് കൺവേർട്ട് ചെയ്യുന്നൊരു പ്രയോഗം പോലും തെറ്റാണ്. കാരണം ഇവരെങ്ങനെയാണ് ഹിന്ദുക്കളാണെന്നോ ഇവരുടെ അസ്തിത്വം എന്തോന്ന് എങ്ങനെ ആരാ പറയുന്നത്? എവിടുന്നാ മതപരിവർത്തനം ചെയ്തേ? അല്ല, ഹിന്ദു മതത്തിലോട്ട് ഇവർ വന്നാൽ ഏത് ജാതിയിലോട്ടായിരിക്കും പോകുന്നത്? അല്ല, അതൊരു പ്രശ്നമാണ്. കാരണം ഇത് പൂനാപ്പാച്ചിന് ശേഷമാണ് ഈ ഹിന്ദു ലിസ്റ്റിലേക്ക് ബാക്കി മനുഷ്യരല്ലാതെ വരുന്നത്. അതൊരു തന്ത്രപരമായ, അതും ഗാന്ധിജിയുടെ ഒരു തന്ത്രമാണ്. അദ്ദേഹമാണ് ഹിന്ദു മതത്തിന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഘടകങ്ങളുണ്ട്. അപ്പൊ ഈ കഥകൾ ഇപ്പൊ തന്നെ ഗ്രഹാസ്റ്റേഴ്സിനെയൊക്കെ ചുട്ടുകൊല്ലുകയാണ്. ഈ ചുട്ടുകൊല്ലുമ്പോൾ പതിനായും മതപരിവർത്തനം ചെയ്യുന്നു. ഒരു ഓസ്ട്രേലിയൻ മിഷണറി ഇവിടെ വന്നിട്ട് കോളനികളിൽ പോയി മതപരിവർത്തനം ചെയ്യുന്നു. ആ മതപരിവർത്തനം എന്നുള്ള എലമെന്റ് അങ്ങ് അംഗീകരിക്കാം. പക്ഷെ ഇദ്ദേഹം ഓസ്ട്രേലിയകളുടെ കോളനിയിലാണ് പ്രവർത്തിക്കുന്നത്. ഏറ്റവും ദയനീയമായ അവസ്ഥയിൽ ഇറങ്ങിച്ചെന്ന് അവർക്കൊപ്പം ഭക്ഷണം കഴിച്ച് ഒരു ഓസ്ട്രേലിയക്കാരൻ ഇവിടെ ഒന്നും ജീവിക്കേണ്ട കാര്യമില്ല. അവന്റെ സമർപ്പണം തന്നെയാണത്. ഹിന്ദുക്കളെ മുഴുവൻ ക്രിസ്ത്യാനിയാക്കിക്കോട്ടെ, അയക്കെന്ത് കിട്ടാൻ? അതിന്റെ ഒന്നുമല്ല. കുഷ്ഠരോഗികളുടെ നമ്മളാരെങ്കിലും ആ വഴിക്ക് ചെല്ലുമോ? കുഷ്ഠരോഗി കണ്ടു. ഇവർക്ക് വേറൊരു കാര്യം കൂടെ. ഒരു പെന്തക്കോസ്റ്റ് ചർച്ചിലേക്ക് ഒരാൾ വന്നു, വിശ്വാസം, അവന് താല്പര്യമുണ്ട്. നമ്മൾ നാളെയോ നാളെ കഴിഞ്ഞോ ഒന്നും അവനെ സ്നാനപ്പെടുത്തിയതിന്റെ ഭാഗമാക്കുന്നില്ല. മിനിമം ഒരു കൊല്ലം എടുക്കും. അറിയാലോ, അത് ഒട്ടേറെ ഘടകങ്ങൾ പരിശോധിക്കും. 2 വിവാഹം കഴിച്ചോ, അവനോട് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു. മദ്യപിക്കാൻ പാടില്ല, മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പാടില്ല. ഇത് എല്ലാ കാര്യത്തിലും ഇവൻ നമ്മളുടെ ആ നിലവാരം സൂക്ഷിക്കുന്ന കണ്ടെങ്കിൽ മാത്രമാണ് ഈ ബാപ്റ്റിസം കൊടുക്കുന്നത്. അപ്പൊ ഇത് ചുമ്മാ ആണെങ്കിൽ ഇത്രയും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പണം കൊടുത്തൊക്കെയാന്ന് പറയുമ്പോൾ ഇത്രയും കടമ്പകൾ കിടക്കേണ്ട കാര്യമില്ലല്ലോ. അത് ഈ ക്രിസ്ത്യാനിറ്റി വന്നതുകൊണ്ടല്ലേ സത്യം പറഞ്ഞ മനുഷ്യന് ഒരു ധാർമ്മിക ബോധമൊക്കെ ഉണ്ടായത്. തീർച്ചയായിട്ടും. അല്ല, ഇവരെ വിമർശിക്കുമ്പോൾ തന്നെ ഈ നമ്മുടെ നാട്ടിലാണ് ഈ മാറുമറക്കൽ സമരം.
ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള കാര്യം. അതെ, കേരളത്തിൽ അതെ, ലോകത്ത് വേറെ അതെ, ഇതൊന്നുമില്ല. അതെ, തുണി ഉടുക്കാൻ സമരം ചെയ്ത രാജ്യം ലോകത്തെ ഏക സ്ഥലമാണ്. രാജ്യം വസ്ത്രം ധരിക്കാൻ, നല്ല പേരിടാൻ ഒക്കെ വേണ്ടി, വിദ്യാഭ്യാസം അതെ, ചെയ്യാൻ അതെ, ഒക്കെ അതെ. സമരം ചെയ്യേണ്ടി വരിക. ഇന്ന് ഇതിനെതിരെ പറയുന്നവർ ഇട്ടേക്കുന്ന സൂട്ടാ. അതെ, അതെ, അതെ. വൈദേശിക ഇത് അവിടെ നിന്ന് വന്നാന്ന് പറയുന്നവൻ ധരിച്ചിരിക്കുന്നത് പണ്ഡിതൻ എന്ന് പറയുമ്പോഴേക്ക് നമ്മുടെ മനസ്സിൽ ഷർട്ടിടാത്ത, കുടുമ വെച്ച, ഓലക്കൊട പിടിച്ച ഒരു ബ്രാഹ്മണ ഓർമ്മ വരുന്നത്. ഇന്ന് അങ്ങനെ ഒരുത്തരെയും കാണുന്നില്ല. അവര് സൂട്ടാതിരിക്കും. സൂട്ടും കോട്ടും ടൈയും കെട്ടി സായിപ്പിന്റെ വേഷത്തിൽ നടക്കുന്ന ഒരാളാണ് ഈ, അല്ലേ? അതെ. ഈ സായിപ്പിന്റെ മതമെന്ന് പറഞ്ഞ് പുറന്തള്ളിയിരിക്കുന്ന സകല ആളുകളും ധരിക്കുന്ന വസ്ത്രവും കഴിക്കുന്ന ഭക്ഷണവും ഭാഷയും എല്ലാം അത് ഒന്ന് പോയതിന് രണ്ടാമത്തെ ഒരു ഇംഗ്ലീഷ് പേരെങ്കിലും ഉപയോഗിക്കേണ്ടി വരിക. നമ്മുടെ ടി ജി മോഹൻദാസ് ഭയങ്കര അദ്ദേഹത്തിന്റെ ചർച്ചകൾ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊരു ഇഷ്ടം. നല്ല സ്കോളറാണ്. പക്ഷെ ഇദ്ദേഹം ഇത്ര എതിർത്തിട്ടും ഇംഗ്ലീഷ് ഭാഷ കൂടാതെ പുള്ളിക്ക് നിലനിൽക്കാൻ പറ്റില്ല. ഞാനത് എപ്പോഴും ഓർക്കും. അപ്പം ഈ എന്തുകൊണ്ട് സംസ്കൃതം പറയാത്ത അദ്ദേഹം? അതിന്റെ സ്വാധീനമില്ലാത്ത ഒന്നുകൊണ്ടാ. അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് ഏതെങ്കിലും തരത്തിൽ ഈ ക്രിസ്ത്യാനിറ്റി ലോകത്തിന് കൊടുത്ത കോൺട്രിബ്യൂഷനെ ബഹുമാനിക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഭക്ഷണം. അപ്പൊ മലയാളിക്ക് ഇന്ത്യക്കാരന് ആധുനികവൽക്കരിക്കപ്പെട്ട ഭക്ഷണം പാകപ്പെടുത്തിയ ഇന്നത്തെ ഭക്ഷണ രീതി, ഈ സംസ്കാരമൊക്കെ കൈവന്ന അങ്ങനെയാണ്. റെയിൽവേ, അതായത് നമുക്ക് കാളവണ്ടി അപ്രാപ്യമായ കാലത്തിനും 300 കൊല്ലം മുമ്പ് ഭൂഗർഭ തുരങ്കം ഉണ്ടാക്കിയതിൽ ട്രെയിൻ ഓടിച്ച ആൾക്കാരാണ് അവർ. അത് ചെറുതെന്ന് പറയാൻ പറ്റില്ല. അല്ല, ഇവിടെ വന്നിട്ടെല്ലാം അവര് ബോഡിമെട്ടിൽ നിന്നും പൂപ്പാറ വഴി അവര് മൂന്നാറിലേക്ക് ട്രെയിൻ ഓടിച്ച ആളുകൾ 18ാം നൂറ്റാണ്ടിൽ. അതൊരു പച്ചക്കറികളും ഒക്കെ ആയിട്ട് അന്ന് ഇതിന്റെ അവശിഷ്ടങ്ങളൊക്കെ പാലത്തിന്റെ അടിയിൽ കുറെ വർഷങ്ങൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്നല്ലോ. അല്ല, അതേപോലെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ഹൈ റേഞ്ച് എന്ന് പറഞ്ഞ സ്ഥലം നമ്മളെ സ്ഥലത്ത് രൂപകൽപ്പന ചെയ്ത് നമ്മുടെ ബോധത്തിന് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. കാട് പിടിച്ചു കിടക്കുന്ന മല, ഈ തണുപ്പ്. പക്ഷെ അത് പ്രകൃതി വിഭവങ്ങളുടെ വലിയൊരു സ്രോതസ്സാണെന്ന് മനസ്സിലാക്കി അവിടെ ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ച് അവിടെ തന്നെ മനുഷ്യനെ പാർപ്പിച്ച് അവിടെ ഹോസ്പിറ്റലും സ്കൂളും ഉണ്ടാക്കി അവിടെ സമ്പത്ത് ഇവര്. പിന്നെ മൂന്നാറും 2-3 താലൂക്കുകൾ പ്രധാനമായിട്ട് ഒരുമിച്ചുള്ള താലൂക്ക് മൂന്നാർ, ദേവികുളം താലൂക്ക്. ഇത്ര ആയിരക്കണക്കിന് ആളുകൾ പണിയെടുക്കുന്ന, വിദേശ നാണ്യം നേടിത്തരുന്ന തേയില ഉൽപാദനവും കുരുമുളക്, കാപ്പി ഒക്കെ എന്ന് പറയുന്നത് വലിയൊരു ബ്രിട്ടീഷുകാരുടെ ഒരു വലിയ സംഭാവന തന്നെയാണ്. പക്ഷെ അവരെ ഈ ബ്രിട്ടീഷുകാർ ആ കൂടെ കുറെ കൊളോണിയലിസം അതിന്റെ ഗുണവും ദോഷവും കൂടെ പഠിച്ചാൽ, കൊളോണിയലിസം അവര് ചൂഷണം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് പറയുമ്പോഴും ഈ കൊളോണിയലിസം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ഇന്ത്യൻ നാട്ടുരാജാക്കന്മാർ ഇതേ ചൂഷണമാണ്, ഒരു മനുഷ്യാവകാശം ഇല്ലാത്ത ചൂഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം 400 നാട്ടുരാജ്യങ്ങൾ വെട്ടിച്ചാകുകയായിരുന്നു. 600 പരമുണ്ട്. ഇനി ഈ യുദ്ധങ്ങളിൽ പോലും രസകരമായ കാര്യമുണ്ട്. ഈ നമ്മൾ വലിയ പ്രകീർത്തിക്കുന്ന വേലുത്തമ്പി ദളവയൊക്കെ എന്താ ചെയ്തത്? വേലുത്തമ്പി ദളവ ഈ ഇവർക്കെതിരെ പുറപ്പെടുന്ന 8 ലക്ഷം രൂപ നികുതി ചോദിക്കുക, അത് കൊടുത്തു. അത് കഴിഞ്ഞ് 2 ലക്ഷം ചോദിച്ചു, അതും കൊടുത്തു. അങ്ങനെ ഉള്ളി നികുതി കൊടുത്ത് ബ്രിട്ടീഷുകാരോട് ഉടക്കി ലാസ്റ്റ് പറയാണ്, തെങ്ങുവരി, തലവരി മുതലായ നികുതി കൊടുത്തും ബ്രിട്ടീഷുകാരുടെ വഞ്ചനയ്ക്ക് നമ്മൾ വിധേയപ്പെട്ടും അവസാനത്തെ ഒരു പ്രയോഗമുണ്ട്, നമ്മുടെ ബ്രാഹ്മണ സ്ത്രീകളെ സംബന്ധം ചെയ്തും നമ്മുടെ കോവിലകത്ത് കൊടിയും കുരിശും നാട്ടിയും ഇവർ നമ്മുടെ സംസ്കാരം നശിപ്പിക്കുന്നു. ഇത് പറഞ്ഞാണ് പുള്ളി കുണ്ടറ വിളംബരം നടത്തുന്നത്. ഇദ്ദേഹത്തിന്റെ ആവശ്യം ഇത്രയും കാര്യങ്ങൾ പാടില്ല, ഞങ്ങളിതെല്ലാം ചെയ്തോളാം, ഇതാ പറഞ്ഞു വരുന്നത്. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന സതി നിരോധനം എടുത്താൽ ഇതെല്ലാം എടുത്താലും ഇവരെല്ലാം സമരം ചെയ്തത്. വിദ്യാഭ്യാസം ഭയങ്കരമല്ലായിരുന്നു. പിന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ബ്രിട്ടീഷുകാരുടെ വിദ്യാഭ്യാസം പഠിപ്പിച്ചു, തുണി കൊടുക്കാൻ പഠിപ്പിച്ചതും ഒക്കെ അത് തന്നെയല്ല ഈ ഇംഗ്ലീഷ് ചികിത്സാ രീതി കൊണ്ടുവന്നത്. അത് തന്നെ ചില പറയുന്നത് ഇവിടുന്ന് കൊണ്ടുപോയതൊക്കെ പറയുന്ന കക്ഷികളുണ്ട്. എന്നിട്ട് ഇവിടുത്തുകാരനാ ചെയ്യാൻ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ പോർത്തൂസ് മലബാറിക്കൊക്കെ കൊണ്ടുപോയിട്ട് അവിടുന്ന് അത് തിരിഞ്ഞു വന്ന സാധനമാണ് ആധുനിക വൈദ്യം എന്നൊക്കെയാണ് ഇന്ന് ഇവർ പ്രസംഗിക്കുന്നത്. ഇത്രയും പാപ്പരത്വം വേറെ ഉണ്ടോ? അതായത് നമ്മളിവിടെ തറാപറാതൊക്കെ എഴുതി മണ്ണിൽ പഠിക്കുന്നതിന്റെ 1000 കൊല്ലം മുമ്പ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഉണ്ട്. 1000 കൊല്ലം മുമ്പുകളുണ്ട്. ഓക്സ്ഫോർഡ് ഉണ്ട്. ലോകോത്തര സർവകലാശാലകളുണ്ട്. അവരൊന്ന് ഉൽപ്പാദിപ്പിച്ചെടുത്ത ഐൻസ്റ്റീനെ ഇവിടെ കൊണ്ടുവന്ന് കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആക്കണമെന്ന് ആഗ്രഹിച്ച ആളാണ് CP. കേരള യൂണിവേഴ്സിറ്റി അന്നത്തെ ഇത് തുടങ്ങുമ്പോൾ അദ്ദേഹത്തെ ക്ഷണിച്ചതാ. അദ്ദേഹം വരാൻ താല്പര്യപ്പെടുത്തില്ല. അത്രയും പണം മുടക്കി ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിച്ചാണ്. ഇവരെയൊക്കെ ഉൽപ്പാദിപ്പിച്ച സ്ഥാപനങ്ങൾ കിടക്കാണ്. അപ്പൊ അവർ അതിന് കണ്ടിന്യൂവേഷൻ ഉണ്ടായി. അപ്പൊ ബ്രിട്ടീഷുകാർക്ക് പകരം അറബികൾ 1000 കൊല്ലം ലോകം ഭരിച്ച ഇന്ത്യ അടക്കം ഊളന്മാര്. പക്ഷെ ഈ അവരുടെ സംസ്കാരമോ
അവരുടെ ഇതൊന്നും കാര്യമായി സ്വാധീനിച്ചിട്ടില്ല. ചിലതൊക്കെ വന്നു, ഈ ഷർട്ടും പരവതാനി ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ അവരുടെ ഭാഷയോ അറബിയോ ഒന്നും സാർവത്രികവൽക്കരിക്കാൻ കഴിഞ്ഞില്ല. അതൊക്കെ ചെയ്തത് ബ്രിട്ടീഷുകാരാണ്. അപ്പൊ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം അവർ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്ന് ലോകത്തിലെ 3 പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ അവർ അന്ന് ഓക്സ്ഫോർഡിന്റെ മാതൃകയിൽ ഇന്ത്യയിലുണ്ടാക്കി. ഒന്ന് മദ്രാസ് പ്രസിഡൻസി കീഴിൽ, 2 മുംബൈ പ്രസിഡൻസി കീഴിൽ, മറ്റേ അടുത്ത് കൽക്കട്ട. അത് ഇന്നും അവിടെ അഡ്മിഷൻ കിട്ടാൻ പാടാണ്. ഈ 3 വലിയ നിലവാരമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെയാണ്. ഇത് വഴിയൊക്കെ ഉള്ള വിദ്യാഭ്യാസം നേടിയ തലമുറ ഈ ഗ്രാമങ്ങളിൽ ചെല്ലുന്നു. ഒരച്ഛൻ അവിടെ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ഒരു പാസ്റ്റർ അടുത്ത ഇവർക്ക് എന്തോ കിട്ടുന്നത്, കിട്ടുന്ന സാലറി അല്ലെങ്കിൽ കിട്ടുന്ന ഓഫറിങ് എന്തുവാ? തുച്ഛമായൊരു പൈസയാണ്. ഈ പെട്രോൾ പമ്പിൽ നിന്ന് അതിലും അധികം പൈസ ഇതും ത്യജിച്ച് ഒന്നും കിട്ടുന്നില്ല. ആരെങ്കിലും കൊടുക്കുന്നത് ത്യാഗസന്നദ്ധരായി പ്രവൃത്തി ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഏറ്റവും ബുദ്ധിമുട്ടി അവർക്ക് നേരെയാണ് ഇത്രയും ക്രൂരമായ പീഡ. 20 വർഷത്തെ തടവും 1 കോടി രൂപയൊക്കെ ഇപ്പൊ ഫൈൻ ഇടുന്നത്. എന്തൊരു പോക്കായി പോന്നെ. ഇതിനൊരു പരിഹാരം ഈ BJP ഈ പ്രൈം മിനിസ്റ്റർ മോഡി പോലും ഈ ലോകരാജ്യങ്ങളെല്ലാം സന്ദർശിക്കുന്നതാണ്. അതല്ലേ, രാജ്യങ്ങളെല്ലാം കണ്ട് അവിടുത്തെ വികസനവും വളർച്ചയും അവിടുത്തെ ജാതിയും മതമില്ലാത്ത ജീവിത രീതിയും സംസ്കാരവും കണ്ണുമുക്കിയാണ് ഇവർ വരുന്നത്. എന്നിട്ട് ഇവിടെ വന്ന് ഈ ക്രിസ്ത്യാനിയായെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ ഉപദ്രവിക്കുന്ന ഇവര് ഈ ലോകം കാണുന്നില്ലേ? ലോകത്തിലെ രാജ്യങ്ങളും പോയിട്ടല്ലേ? അതൊരു ഘടകമാണ്. ഈ ലോകം സന്ദർശിച്ച നേതാക്കന്മാരെ സന്ദർശിച്ചുകൊണ്ട് രക്ഷപ്പെട്ടൊരു നാട് സൗദി അറേബ്യ. അദ്ദേഹം അമേരിക്ക പോയി കണ്ടു, പഠിച്ചു, എല്ലാം രാജാവ് എല്ലാം മാറി, രീതിയെല്ലാം മാറ്റി, പർദ്ദ മാറ്റി, സ്ത്രീകൾക്ക് ഇപ്പൊ ഡ്രൈവ് ചെയ്യാം. അതെ അതെ. പിന്നെ വാങ്കുവിളി ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ വാങ്കുവിളി ചർച്ചിനുള്ളിൽ തന്നെ പരിമിതപ്പെടുത്തി. മറ്റേ മുത്തവ എന്ന് പറഞ്ഞ പോലീസുകാരുടെ അധികാരം ഇല്ലാതാക്കി. മത പോലീസിന്റെ അതില്ല, മത പോലീസ് ഇല്ല. അദ്ദേഹം വെളിയിൽ പോയി പഠിച്ചു. എനിക്ക് തോന്നുന്നത് UK നിങ്ങൾ പഠിച്ചത്, അമേരിക്കയിലാണ് പഠിച്ചത്. മനുഷ്യനായിട്ട് ജീവിക്കാൻ അല്ലേ, ഈ അന്ധമായ മതത്തിന്റെ വേലിക്കെട്ടുകളും പ്രാകൃതമായ കാഴ്ചപ്പാടുകളിൽ ഇതെല്ലാം മാറി ജീവിക്കാനുള്ള മനുഷ്യനെ പ്രേരിപ്പിച്ചത്. ഇതിനകത്ത് തന്നെ ഒരു ഇതുണ്ട്. ഇപ്പൊ ബീഫ് കഴിക്കുക, ലോകത്തിൽ ഏറ്റവും അധികം ബീഫ് കയറ്റുമ്പോൾ 2ാമത്തെ രാജ്യം ഇന്ത്യ. അലാന ഉള്ള കമ്പനികളുണ്ട്. അലാന പേര് തന്നെ കേട്ടില്ലേ? ഈ കമ്പനി ആരുടെ? അലാന ആരുടെ? ആ പേര് കേട്ട മുസ്ലിം കമ്പനിയാ ബീഫ് കയറ്റി അയക്കുന്നത്. ഇന്ത്യയൊന്നും മോഡി അറിയാതെ അല്ലെങ്കിൽ ഭരണകൂടം അറിയാതെ ഇത് പറ്റുമോ? UP അല്ലേ ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റി വയ്ക്കുന്ന രാജ്യം? UP, ഡൽഹി. ഇവിടെ വലിയ വലിയ സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരേ സമയത്ത് ഇതിനെ എതിർക്കുക, അതേ സമയത്ത് ഇത് ചെയ്യുക, ഇതൊക്കെ ഒരു പൊളിറ്റിക്സ് കളിക്കുക. അത് തന്നെയല്ല. ഇപ്പൊ ഈ ക്രിസ്ത്യൻ രാജ്യം എന്നൊക്കെ നമ്മൾ അമേരിക്കയെ കുറിച്ച് പറയുമ്പോഴും അവിടെ സത്യത്തില് മറ്റ് ദേവാലയങ്ങൾ പണിയുന്നതിനൊന്നും എതിർപ്പുള്ളതായിട്ടൊന്നും എന്റെ അറിവില്ല. ഞാൻ അവിടെ അമ്പലങ്ങൾ കണ്ടിട്ടുണ്ട്, അതിന് പോയിട്ടില്ലല്ലേ? വിസ കിട്ടിയിട്ടില്ല. ഇനി എപ്പോഴെങ്കിലും വിസ കിട്ടാൻ ഒന്ന് കാണുന്നതൊക്കെ നല്ലതാ. പോയി രാജ്യങ്ങൾ സന്ദർശിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന് നമ്മുടെ ബാല്യകാലമൊന്നും പറ്റിയൊരു സാഹചര്യം അല്ലായിരുന്നു. എന്നാലും പോയി കാണാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് അത് കാണുന്നത്. ചിക്കാഗോയിൽ ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ പാസ്റ്റർ ജോസഫ് കിഴക്കേടത്ത് എന്നോട് പറഞ്ഞ ഒരു ക്ഷേത്രമുണ്ട്, കാണാം. ഞാൻ പറഞ്ഞ സന്തോഷമാണെന്ന് പറഞ്ഞു. പിന്നെ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ഹനുമാൻ ക്ഷേത്രം പോയി കണ്ടു. ആ ബിൽഡിംഗ് കൺസ്ട്രക്ഷന്റെ ആ നിയമങ്ങളൊക്കെ അവിടെ പാലിക്കുക എന്നല്ലാതെ ഇത് ഇന്ത്യയിലെ ഒരു സങ്കല്പ ദൈവനാണെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ ഇതൊന്നും ഇവിടെ യേശുക്രിസ്തുവിന്റെ നാടാണെന്ന് ഇതൊന്നും വേണ്ടതെന്ന് അവർ പറഞ്ഞില്ല. അവരവിടെ ക്ഷേത്രം പണിയുന്നുണ്ട്, ആർക്ക് വേണമെങ്കിലും ആരാധിക്കാം. അന്ന് കയറാൻ പറ്റില്ല, കാരണം അത് അടച്ചിട്ടില്ല. അതുപോലെ ഇസ്രയേലിൽ ചെന്നാല് ഈ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ മറിയക്ക് ദൂതൻ പ്രത്യക്ഷപ്പെട്ട സ്ഥലം. അവിടുത്തെ ഇപ്പൊ ആ സ്ഥലത്ത് അരിവാളും ചുറ്റിയൊക്കെ പറക്കുന്ന കൊടി വെച്ചിട്ടുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇസ്രയേലിന്റെ ഓഫീസാണ് ഇപ്പൊ അവിടെ ആ ഭാഗത്ത്. അവിടെ ഇതെല്ലാം പ്രവർത്തിക്കാം. ഇസ്ലാമിന് പ്രവർത്തിക്കാം, ഹിന്ദുവിന് പ്രവർത്തിക്കാം. അതൊരു വിശാല വീക്ഷണമാണ്. കാരണം അവർക്ക് അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേറെ വഴിയുണ്ട്. ഒരു ജൂതം വന്ന് ഇതിനകത്തൊന്നും വീഴില്ല. അവൻ നാളെ ഇതിനകത്തൊന്നും വീഴാത്ത വിധത്തില് ഇതിവിടെ ശരിക്കും ചെയ്യേണ്ടിരുന്ന ബ്രാഹ്മൺസ് ഇത്രയും വാല്യൂസ് ഉള്ള ആൾക്കാരായിരുന്നെങ്കിൽ മറ്റ് ഇസ്ലാമിലേക്കോ ക്രിസ്ത്യാനിറ്റിയിലോട്ടോ നിങ്ങൾ പോകരുത് എന്നതിന് നിയമമല്ലായിരുന്നു വേണ്ടേ, ഇവരാശയം കൊണ്ട് സ്ഥാപിക്കണമായിരുന്നു അതിന് മീതെ. ഈ അടിയും തൊഴിയും കൊലയും ഈ കേസും അതൊരു പ്രാകൃത രീതിയല്ലേ? തീർച്ചയായിട്ടും ആശയങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് കണ്ടിക്കാമല്ലോ. അതന്നെ അമേരിക്കയിലെ തന്നെ എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ ക്ഷേത്രം, ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്ന്, അത് ഏറ്റവും വലിയ ക്ഷേത്രമാണെന്ന് എനിക്കറിയില്ല, ന്യൂജേഴ്സിയില $2 മില്യൺ കൊണ്ട് പണിത്. അടുത്ത ആളിലായിരുന്നില്ല എന്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞത്. അവിടുത്തുകാർക്കൊന്നും ഒരു വിഷയമല്ല. നമ്മളിവിടെ ഈ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് എന്തൊക്കെ ഇവര് കാട്ടിക്കൂട്ടുന്നത്, എന്തോ ഒരു മനസ്സാ, എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഈ
ഇന്ത്യ ഇനി ക്രിസ്ത്യ രാജ്യമാകാൻ പോകുന്നു. അതൊന്നും പ്രായമല്ല. അങ്ങനെ അജണ്ട ക്രിസ്ത്യാനിറ്റിക്ക് ഇല്ല. അങ്ങനത്തെ അജണ്ട ഒരു രാജ്യത്തും അങ്ങനെയൊന്നുമില്ല, ഒരു രാജ്യത്തും ഇല്ല. നമ്മൾ പണ്ട് അത് ക്രൈസ്തവത്തിൽ എഴുതിയിട്ടുണ്ട്. അതെ അതെ അങ്ങനെ 10-15 കൊല്ലം മുമ്പ്. അതെ അതെ തീർച്ചയായും അജണ്ട ഇല്ലെന്ന്. അത് തന്നെയല്ല ഇവിടെ 85% ഹിന്ദുസ് തന്നെയല്ലേ ഇപ്പോഴും. തീർച്ചയായിട്ടും. അല്ല, അടുത്തൊരു കാര്യമുള്ളത്, ഈ ടി കെ മാധവന്റെ ഈ കേശവന്റെ നേതൃത്വത്തില് ജീവിത സമരം ഒരു പുസ്തകമുണ്ട്. 25,000 ഈഴവാസം ഒന്നിച്ച് CSI ചേരാൻ വന്നതാണ് തിരുനക്കര. ജീവിത സമരത്തിൽ പുള്ളി കൃത്യം എഴുതിയിരിക്കുക. പക്ഷെ അവര് തിരിച്ചയക്കുക ചെയ്തേ CSIക്കാര്. അല്ല, അത് ഡോക്ടർ പൽപ്പുവിന്റെ കാലത്ത് ഒരുപാട് ആളുകൾ കൊല്ലം ഭാഗങ്ങളിൽ നിന്നൊക്കെ ഉള്ള ഇപ്പോഴത്തെ ക്രിസ്ത്യൻസ് നല്ലൊരു പങ്കും. അല്ല, വന്നവരെ കൂടാതെ 25,000 പേരാണ് വരുന്നത് ഒന്നിച്ച് തിരുനക്കര കൂടുന്നത്. അപ്പൊ അത് പലപ്പോഴും എതിർക്കായിരുന്നു അല്ലേ, അവരെ നിരുത്സാഹപ്പെടുത്തുക. പലപ്പോഴല്ല, ഈ C കേശവനാണ് ഇത്രയും പേരെ കൊണ്ട് വരുന്നത്. അപ്പൊ മിഷണറിമാരാണ് പറയുന്നത് വേണ്ടാന്ന്. കാരണം ഇവർക്ക് മാനസാന്തരം ഉണ്ടാവില്ല, മറിച്ചൊരു കൺവേർഷൻ എന്നുള്ള ആശയം നമുക്കില്ല ഈ ഒരു ഐഡിയ വെക്കുന്നത്. പിന്നെ ഇതുപോലെ കാത്തലിക് സഭകളുടെ ദൈവശാസ്ത്രപരമായ ഒരു അകലം നമുക്ക് നിലനിൽക്കുമ്പോഴും വളരെ ത്യാഗസന്നദ്ധമായ ഒരു പ്രവൃത്തി അവർ ചെയ്യുന്നത് ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിൽ. ഇവിടെ കാണുന്ന രീതിക്കൊക്കെ വിഭിന്നമായിട്ട് പുരോഹിതന്മാർ ആ സ്ഥലത്തൊക്കെ കുഷ്ഠരോഗികളുടെ ഇടയിൽ, പാവപ്പെട്ടവരുടെ ഇടയിൽ സാമൂഹ്യ പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നത്. പക്ഷേ ഈ മനുഷ്യന്റെ ബൈബിൾ വിഭാവനം ചെയ്യുന്നത് ആത്മരക്ഷയും സ്വർഗവും ഒക്കെ ആണല്ലോ, രക്ഷയും ഒക്കെ ആണല്ലോ ബൈബിളിന്റെ പറയുന്നത്. അതിലേക്ക് ജനത്തെ ആകർഷിക്കാനും അങ്ങനെയുള്ള പരിപാടികളൊന്നും കാത്തലിക് കമ്മ്യൂണിറ്റിയുടെ കുറവാണ്. അങ്ങനെ ഒരു പഠിപ്പിക്കലൊന്നും ഇല്ല അവർക്ക്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ മതിഷാമിലൊക്കെ പറഞ്ഞ വിഷയം തന്നെ ഓർക്കുന്നുണ്ടല്ലോ. കന്യാസ്ത്രീകളെ പിടിച്ചപ്പോൾ അവിടെ ഓടിയെത്തുന്ന മുഴുവൻ ബന്ധുക്കൂസുകാരാണ്. കാരണം കാത്തലിക് വിശ്വാസികളില്ല. ഇവർക്ക് സ്ഥാപനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടത്രേ. ഏതാ സ്കൂളോ അല്ലെങ്കിൽ കോളേജുകളോ അനാഥശാലയോ ഓൾഡ് ഏജ് ഹോമോ ഒക്കെ ആയിട്ട് സ്ഥാപനങ്ങൾ, ഈ ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ കത്തോലിക്ക സഭയെ കവച്ചു വെക്കാൻ വേറൊരു പ്രസ്ഥാനവും ഇല്ല. പക്ഷേ ദ റിയൽ ക്രിസ്ത്യാനിറ്റി സമൂഹത്തിന് പകർന്നു കൊടുക്കുകയും യേശുവാണ് സാക്ഷാൽ ദൈവം, യേശുവിലൂടെ മാത്രമേ ആത്മരക്ഷയുള്ളൂ, സ്വർഗം കരഗതമാക്കാൻ കഴിയൂ എന്ന ആ ഒരു പഠിപ്പിക്കലൊന്നും കാത്തലിക് കമ്മ്യൂണിറ്റിക്ക് ഉണ്ടോ? അങ്ങനല്ല, അവരവിടെ ദൈവശാസ്ത്രം ചിന്തകള് ബൈബിൾ സെന്റേഡ് അല്ല. അവരുടെ അത്തരം മനോഭാവങ്ങളോട് നമുക്ക് വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പുകൾ നിലനിൽക്കുമ്പോൾ തന്നെ ഇവരുടെ ആ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഈ സ്റ്റേറ്റുകളിൽ വളരെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. അവരെ ഉപദ്രവിക്കുകയാണ്. നമ്മളെക്കാൾ സഫർ ചെയ്യാലോ അവര്. മറ്റൊന്നുകൂടി, നമ്മൾ പറയുന്ന ഒരാളിനെ ക്രിസ്ത്യ വിശ്വാസത്തിലേക്കൊന്നും പെട്ടെന്ന് അവർ ആനയിക്കുന്നുമില്ല. എന്നിട്ടും അവരെയും ആക്രമിക്കുകയാണ് ക്രൂരമായി. വിശേഷിച്ച് കന്യാസ്ത്രീകളുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാല് ഈ ഇവരെ കുറ്റം പറയുന്നതിനപ്പുറത്ത് അതായത് ഇവര് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടോ കഴിക്കാനില്ലാത്തതുകൊണ്ടോ നല്ല വീട്ടിലെ പെൺകുട്ടികളായി 100 പേര് പഠിക്കാനിരുന്ന 7 പേരെ 8 പേരാണ് ഈ കന്യാസികളാകാൻ പറ്റുന്നത്. ഓമൻ ടീച്ചർ ഇപ്പൊ കാത്തലിക് സ്കൂളിലാണല്ലോ പഠിപ്പിച്ചു വെച്ചത്. പുള്ളിക്കാരി പറയുന്നുണ്ട് മാലാഖമാരെ പോലെയുള്ള ആളുകളുണ്ട്, കന്യാസ്ത്രീകളുണ്ട്, അത്രയും സ്ത്രീകളുണ്ടെന്ന് പറഞ്ഞവര്. പക്ഷെ അവരുമൊക്കെ ഈ തിക്ത അനുഭവത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നാടും വീടും വിറ്റ് കല്യാണവും വേണ്ടെന്ന് വെച്ച് അല്ലെ അവിടെ ചെന്ന് ഒറ്റപ്പെട്ട ജീവിതം ഇത്തരത്തിൽ മുഴുവൻ അവരെ നല്ല യൗവനം, വിവാഹ ജീവിതം വേണ്ട, പണം കിട്ടുന്ന അവര് ടീച്ചറായ ജോലി ചെയ്ത ശമ്പളം കൊണ്ട് കൃത്യം മദർ സുപ്പീരിയറിനെ ഏൽപ്പിക്കുക, ഇങ്ങനൊക്കെ പോകുന്ന ഒരു ജീവിത സമർപ്പണമുള്ള മനുഷ്യര് അവരെ വിശ്വാസത്തിന്റെ പേരിൽ പീഡിപ്പിക്കുക, കൊണ്ടകത്തിടുക, ക്രൂരമായി ഉപദ്രവിക്കുക, പരിധി വിട്ട ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. പക്ഷെ അതിന്റെ മറുവശം കൂടെ നമ്മളൊന്ന് പറയണം. ഈ കത്തോലിക്ക സഭയുടെ ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ആ ഒരു പാന്താവിലൂടെയാണ് അവർ സഞ്ചരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ബൈബിളിൽ ചെയ്യണ്ട എന്ന് പറയുന്ന കാര്യങ്ങൾ പലതും ചെയ്യുന്നത്. ചെയ്യണം എന്ന് പറയുന്ന കാര്യങ്ങൾ അവിടെ ചെയ്യത്തുമില്ല. ഉദാഹരണത്തിന് വിഗ്രഹാരാധന, അത് ആരാധിക്കാനല്ലെങ്കിൽ പോലും ചുമ്മാതാണെങ്കിലും ഉണ്ടാക്കാൻ പാടില്ല. അല്ല, ആരാധിക്കാനല്ലെന്ന് പറയാൻ വയ്യ. അത് നമ്മുടെ ഇവരൊരു ന്യായീകരണമാണ്. അതായത് ലോകത്തിലൊരു വിഗ്രഹാരാധിക അത് വിഗ്രഹമാണെന്ന് സമ്മതിച്ചു തരികയില്ല. അത് പറഞ്ഞാൽ അതൊരു ഏകാഗ്രത കിട്ടാൻ അത് ഇങ്ങനത്തെ കുറെ ന്യായീകരണമാണ്. ഇതിനൊരു കുഴപ്പമുണ്ടെന്ന് അവർക്കറിയാം. ഈ സംഗതിക്ക് എന്തോ ഒരു ഫിറ്റ്നസ് കുറവുണ്ട്. ഇതിനെ ജസ്റ്റിഫൈ ചെയ്തോണ്ടിരിക്കും. അതിനോടൊന്നും പൊരുത്തപ്പെടാൻ പറ്റില്ല. അപ്പൊ അത് വേണ്ട. അല്ല, ഇപ്പൊ പറയുന്നത് ഉണ്ടാക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യരുത്. അപ്പൊ ഉണ്ടാക്കാൻ പോലും പാടില്ല. നമസ്കരിക്കാനല്ല, കാണാനാണെങ്കിൽ പോലും ദൈവത്തിന്റെ പ്രതിബിംബമായി അതിന്റെ മറ്റൊരു സാധനത്തെ ഇവിടെ ദൈവമായിട്ട് ഉണ്ടാക്കി വെച്ച് അതിന്റെ മുമ്പിൽ മുട്ടുകുത്ത് നമ്മൾ എതിര് കത്തിക്കുന്ന
അത് അതാ പറഞ്ഞ ബൈബിളിൽ അത് ചെയ്യില്ലെന്ന് പറയാം, അത് ചെയ്യും. യേശു ക്രിസ്തു മനുഷ്യനും ദൈവത്തിനും ഇടയിൽ നിൽക്കുന്ന മധ്യസ്ഥൻ അല്ലെ, മനുഷ്യനായ ക്രിസ്തു യേശു അങ്ങനെയല്ലേ പറയുന്നത്. പക്ഷെ ആ ക്രിസ്തു, ആ മധ്യസ്ഥൻ, നിങ്ങൾക്ക് ഒരേ ഒരു മധ്യസ്ഥൻ ക്രിസ്തു. പക്ഷെ ഇവർക്ക് അത് എത്ര മധ്യസ്ഥന്മാരുണ്ട്, ഒരുപാട് പേര്. ഇപ്പൊ നമുക്കും ഇത് കൂടെ ഒരു മധ്യസ്ഥനുണ്ട്, അറിഞ്ഞായിരുന്നോ? ഇല്ല ഇല്ല, നമുക്ക് ഏക മധ്യസ്ഥനേ ഉള്ളൂ. ഇപ്പൊ IPCക്ക് ഒരു മധ്യസ്ഥനായിട്ടുണ്ട്, ഒരു ജഡ്ജിയെ നിയമിച്ചിട്ടുണ്ട്. അത് ചർച്ചയ്ക്ക് ഒരു വ്യത്യാസം ഉണ്ടാവും പറഞ്ഞ അതിപ്പോ അഭിപ്രായം പുള്ളി ആരാധിക്കുന്നില്ലല്ലോ. അല്ല, ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഈ പോക്കില് രണ്ടു കൂട്ടരെ കൂടെ പറഞ്ഞിരുത്തി സമന്വയിപ്പിച്ച് ധാരണയിലാകാനായിട്ട് ഉണ്ടാക്കിയ നല്ല കാര്യം. അങ്ങനെ പോകുന്നെങ്കിൽ പോട്ടെ, അതങ്ങനെ പ്രതീക്ഷിക്കാം, നന്നായിട്ട് പോകുന്ന വിശ്വസിക്കാം അല്ലെ. അത് മറ്റൊരു വിഷയം, അതിലേക്ക് പോകണ്ട. 10-44 കേസ് കിടക്കുക കോടതിയിൽ, അത് കിടക്കണ്ട. ഇവിടെ ഈ നമ്മുടെ ബുദ്ധിക്ക് വൻകാരികളാണ്. ഇവിടെ മധ്യസ്ഥൻ എന്ന് പറയുന്ന ആ ഒരു ബൈബിളിലെ ചിന്ത, അത് ക്രൈസ്റ്റ് അല്ലെ, ദൈവത്തിന് മനുഷ്യൻ. പക്ഷെ ഇവർക്ക് എത്ര മധ്യസ്ഥന്മാരുണ്ട് കാത്തലിക് ചർച്ചില്? അതെ, നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരണം. കാരണം എന്താണ് റിയൽ ക്രിസ്ത്യാനിറ്റി എന്ന് ഇന്ത്യൻ ജനതയ്ക്ക് സാർ പറഞ്ഞല്ലേ ഒരു കാര്യം വസ്തുതയുള്ളത്. ഈ കാത്തലിക് സമൂഹം കുറെ കൂടെ ക്രൈസ്റ്റ് സെന്റേഡ് ആവുകയും ബൈബിൾ സെന്റേഡ് ആവുകയും ചെയ്താൽ വലിയ ഗ്രോത്ത്. ഇപ്പൊ രണ്ട് കമ്മ്യൂണിറ്റിക്ക് ഇത്തരത്തിൽ മിഷനറി വർക്കുള്ളൂ ശരിക്കും, കാത്തലിക്സിനും പെന്തക്കോസ്റ്റൽസിനും. അവരാണ് ഉപദ്രവിക്കപ്പെടുന്നത്. അല്ല, ഈ അവർക്ക് യേശു ക്രിസ്തുവിലൂടെയുള്ള ആത്മരക്ഷ ഈ സമൂഹത്തിന് പകർന്നു കൊടുക്കുക എന്നൊരു കാഴ്ചപ്പാടിലുപരി അവർക്ക് സ്ഥാപനങ്ങൾ നടത്തുക എന്നുള്ളതാണ്. അവിടെ നോർത്ത് ഇന്ത്യയിൽ അങ്ങനെയാണ് ഇപ്പൊ പല ആളുകളും പറയുന്നത്. അതുകൊണ്ടല്ലേ കന്യാസ്ത്രീകളെ പിടിച്ചപ്പോൾ കൂടി വന്ന ആളുകൾ മുഴുവൻ പെന്തക്കോസ്ത് വിശ്വാസികളും പാസ്റ്റർമാരുമായിരുന്നു പറയുന്നത്. അവിടെ ഇവിടെ ഉള്ളതിനേക്കാൾ അടുത്തൊരു ആത്മബന്ധമുണ്ട് വിശ്വാസികൾ തമ്മിൽ. അവിടെ ബന്ധുക്കോസ്ത, ഇവിടെ ബന്ധുക്കോസ്താരുടെ കത്തോലിക്കർക്ക് നാടൻ ഭാഷ അൺസൈക്കബിൾ കേസാ. അവിടെ അതൊന്നും ഇല്ല. അതുപോലെ തന്നെ ഈ മറിയാരാധന, അതും കാരണം ഈ ഒരു ഹൈന്ദവ ദേവാലയത്തിൽ എത്ര ദൈവങ്ങളുണ്ട്, അതെല്ലാം ഇവിടെ ഇല്ലേ അല്ലേ? അവിടെ കുട്ടി ദൈവം ഇല്ലേ? അതിനകത്തൊരു കാര്യമുള്ളത്, ഈ പോപ്പ് എതിരെ പറഞ്ഞിട്ട് ഇവിടെയുള്ളവരെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുക. ഇവിടുത്തെ പുരോഹിതന്മാർ വന്ന് അതിനെ ന്യായീകരിക്കുക. നമ്മൾ ഇരിക്കുന്ന തുടർന്നാ മതി എന്ന് പറയും. അതിനകത്ത് രസമുണ്ട്. നമ്മുടെ ഓമൻ ടീച്ചർ എഴുതിയ ചരിത്രം കാണാപ്പുറങ്ങളുള്ള പുസ്തകം ഉണ്ടല്ലോ, അതിനകത്ത് അവതാരിക എഴുതിയിരിക്കുന്നത് നമ്മുടെ പുലിക്കുന്നേല. ആ പുലിക്കുന്നേൽ സാർ എഴുതി വന്നിട്ട് അതിനകത്ത് നമുക്ക് രണ്ടാമത്തെ പേജിന്റെ അടിയിൽ പറയുന്നുണ്ട്, സാക്ഷാൽ തോമസ് ലീഗ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ ഇന്ത്യയിൽ വന്നില്ലടാവേ എന്ന് പറഞ്ഞാലും ഇവിടുത്തെ ക്രിസ്ത്യാനി വിട്ടുകൊടുക്കുകയല്ല. കാരണം അതൊക്കെ തലയിൽ കയറി കഴിഞ്ഞു. ഇനിയിപ്പോ അത് തോമസ് ലീഗ വന്നത് പുള്ളി നേരിട്ട് പറയാ ഞാൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞാലും നമ്മുടെ ആളുകൾ വിശ്വസിക്കില്ല. കാരണം അതൊരു ചിന്ത അങ്ങനെ അങ്ങ് അതില്ലെങ്കിൽ കാത്തലിക് ചർച്ച് ഇല്ല. ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ കുറച്ച് കാത്തലിക്സിന് സെന്റ് തോമസ് എഡിഷൻ ഇല്ല, അത്ര പ്രബലമല്ല. പക്ഷെ ഉണ്ട്. സെന്റ് തോമസ് ബോണ്ടും ഈ ഒക്കെ അവര് തന്നെയല്ലേ മദ്രാസിലെ. പിന്നെ അതായത് റാറ്റ്സിംഗർ പോപ്പായി അല്ല, ഇപ്പൊ മലയാറ്റൂർ അതിനകത്ത് അതിൽ കുറെ വഴിപാടുകള് തീർത്ഥാടന അംശമുള്ളത് കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന പത്രോസിന്റെ ട്രഡീഷൻ ആണ്. ഉണ്ട്. അത് ഓർത്തഡോക്സ് സഭയ്ക്കും എനിക്ക് തോന്നുന്നു തോമസ് ലീഗായോട് ഭാവകക്ഷിക്ക് പത്രോസിനോടും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള ബൈബിൾ വിരുദ്ധ നിലപാടുകളുമായിട്ടാണ് ഈ മരണാനന്തര ജീവിതം ഒരു മനുഷ്യനെ നല്ല മാർഗത്തിലേക്ക് നയിക്കുന്നത് എനിക്ക് തോന്നുന്നു. ആ ചിന്തകൾ കാരണം നിന്നെ ഈ ഇവിടുത്തെ കഷ്ടപ്പാടും ജീവിതവും ഈ ദുരിതവും എല്ലാം കഴിഞ്ഞിട്ട് ഇതിനപ്പുറത്തൊരു സുവിശേഷത്തിന്റെ ഏറ്റവും വലിയൊരു പവർ മരണാനന്തര ജീവിതം നമ്മള് പുനർജനനം പോലെ അല്ല പറയുന്നത്, വാല്യൂ കൂടുകയാണ്. ആ ജീവിതത്തെ കുറിച്ചുള്ള സ്വർഗനരകങ്ങളുടെ ചിന്തകൾക്കപ്പുറത്ത് വിശ്രാമമാണ് വിശ്രാമമാണ്. ഇവിടെ അനുഭവിച്ച ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും പിന്നൊരു ശാശ്വതമായ സമാധാന അനുഗ്രഹം അവന് കിട്ടും. അത് മനുഷ്യന്റെ മൂല്യം കൂട്ടുകയാണ്, അവനെ പ്രതീക്ഷ നൽകുന്നതാണ്. ഇതൊന്നും കാത്തലിക് ചർച്ചിന് ഈ നോർത്ത് ഇന്ത്യൻ സുവിശേഷീകരണത്തിൽ നിന്ന് ജനത്തോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് മരണാനന്തര ജീവിതം ഒരു വലിയ സാധനം തന്നെ. മരണാനന്തര സ്വർഗവും നരവും ഇല്ലെങ്കിൽ ബൈബിളും ഇല്ലല്ലോ, ക്രൈസ്റ്റും ഇല്ല, ഒന്നുമില്ല. അപ്പൊ അത് ജനത്തിന് പകർന്നു കൊടുത്ത് അവരെ പേടിപ്പിക്കുക എന്നുള്ളതല്ല. അവർക്ക് ഇങ്ങനൊരു ജീവിതാനുഭവം ഉണ്ട്, അതിലേക്ക് നിങ്ങൾ വരാനായിട്ട് ഇതെല്ലാം വിട്ടുകളഞ്ഞ് നിങ്ങൾ ഏക ദൈവത്തെ വിശ്വസിക്കണമെന്ന് പറയുന്ന ആ ഒരു ടീച്ചിങ് മെത്തേഡ് ഇവർക്കില്ല. കാരണം അവിടെ ഉള്ളതിൽ കൂടുതൽ ദൈവം ഇവിടെ ഉണ്ടെന്നേ. അവിടെ ഇപ്പൊ സരസ്വതി ഉണ്ട്, ഇവിടെയും സ്ത്രീ ദൈവം ഉണ്ടല്ലോ. അതിപ്പോ പോപ്പ് മാറ്റിയിട്ടുണ്ട്.
ഇല്ല, പോപ്പ് മാറ്റത്തില്ല, ഇവിടുന്ന് മാറൂല. ഇവിടുന്ന് മാറൂല. അതുപോലെ തന്നെ അവിടെ കുട്ടി ദൈവങ്ങളുണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെയും ഉണ്ണീശോ ഇവിടെയും കിടക്കുകയാണ് അല്ലേ. അതേപ്പറ്റി പറയുന്ന ഒരു വിചിന്തനം, ഈ മാർപ്പാപ്പ അമേരിക്കനാണ്, അപ്പോൾ ഒരു പ്രൊട്ടസ്റ്റന്റ് സ്വാധീനം വരാം. അതുണ്ടാകാം, അതുകൊണ്ടൊക്കെ ആണെന്നാണ്. അല്ല, ഞാൻ പറഞ്ഞു ഇതിന്റെ കാതലായ മാറ്റങ്ങൾ ഇവർ വരുത്തണം. അത് തന്നെ എന്നോട് ഞാൻ ഇടയ്ക്ക് ഇവാഞ്ചലിക്കൽസിലെ കുറെ പുരോഹിതന്മാരെ, ഇവരെന്നോട് വെറുതെ സ്നേഹബന്ധമുണ്ട്, അപ്പൊ തന്നെ ഈ കേസിന്റെ കാര്യം ചോദിച്ചു, നിങ്ങളുടെ കേസൊക്കെ. അപ്പോ ഞാനൊരു കാര്യമോട് പറഞ്ഞു, പെന്തക്കോസ്ത് പോലുള്ള സഭകൾ ഉണ്ടാകാൻ നിങ്ങൾ അനുവദിക്കരുതായിരുന്നു. കാരണം നിങ്ങൾക്ക് വേറെ ഒത്തിരി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഉപദേശത്തിൽ കൂടെ അല്പം ഗൗരവം കൊടുത്ത് അതിൽ കേന്ദ്രീകരിച്ചിരുന്നെങ്കിൽ ഇത്തരം ചർച്ചകൾ ഉണ്ടാവില്ല. അല്ല, അവർ ബൈബിൾ സത്യങ്ങളിൽ ഉറച്ചു നിന്നിരുന്നെങ്കിൽ മൂവ്മെന്റ് ഉണ്ടാകേണ്ട ഒരു കാര്യമില്ലല്ലോ. ഇതുപോലെ കാത്തലിക്സ് കുറെ ദൈവോചനത്തിലേക്കും ക്രിസ്തുവിലേക്കുമുള്ള ഒരു മടങ്ങി വരവിന് വേണ്ടി ശ്രമിക്കണം. അത് ഇന്ത്യയിലെ ഈ പറഞ്ഞ വിഷയം വിട്ടു പോയിട്ടില്ല. ഇന്ത്യയിലെ നേരിടുന്ന ഇത്തരത്തിലെ വിഷയങ്ങൾക്ക് ഉള്ള പരിഹാരം അവിടെ കിടപ്പുണ്ട്. കാരണം ഈ ക്രിസ്തുബോധം വരുമ്പോൾ അവർക്കൊരു സ്വയം പരാതി ഉണ്ട്. ഇപ്പൊ ഇവിടുത്തെ ഒരു ഹാളെന്താ ആക്രമിക്കാതെ? കേരളത്തിലൊരു ഹാൾ ആക്രമിക്കുകയോ നമ്മുടെ ഇത്തരം മീറ്റിങ്ങുകളെ അങ്ങനെ എളുപ്പത്തിൽ നശിപ്പിക്കാത്ത എന്തുകൊണ്ടാണ്? നമ്മൾ നേടിയെടുത്ത ആശയപരമായ ആർജവമുണ്ട്, ഭരണഘടനാ ബോധമുണ്ട്. ഇവിടെയൊക്കെ അവര് ശ്രമിച്ചു നോക്കിയാൽ നടന്നിട്ടില്ല. അതുപോലെ ഈ അതായി പറയുന്നത്, ഈ മറ്റു മതങ്ങളും ക്രിസ്ത്യാനിറ്റിയും തമ്മിലുള്ള ആ വ്യത്യാസം, പ്രത്യേകിച്ച് ഹിന്ദു മതത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒത്തിരി ദൈവങ്ങളും ക്രിസ്ത്യാനിറ്റി അതല്ല എന്ന് പറഞ്ഞു കൊടുക്കുക. കാരണം അത് തന്നെ എല്ലാം ഇവിടെ ഉണ്ടെന്നേ. ഇപ്പൊ മധ്യസ്ഥ ഇപ്പൊ മരിച്ചവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥന. ഈ മരിച്ചവരെ സ്വർഗത്തിലെത്തിക്കുന്ന ഹിന്ദു മതത്തിലില്ലേ? ഉണ്ട്. അതന്നെയല്ല ഇവിടെ വെച്ചേക്കുന്നത്. ബൈബിളിൽ പറയുന്ന പ്രവാചകന്മാർ ദാനിയേലിനോടൊക്കെ പറയുന്ന എന്താ? നീ പോയി വിശ്രമിച്ചു കൊള്ളുക, അല്ലെ? നിന്റെ പ്രവൃത്തിക്ക് പ്രവൃത്തിക്ക് അനുസരിച്ച് പ്രതിഫലം കിട്ടുവാൻ നീ എഴുന്നേറ്റ് വരിക എന്നാ. ഇവിടെ അങ്ങനല്ല. ഇവിടെ ഒരു 5 ഏക്കർ തോട്ടമൊക്കെ മേടിച്ചിട്ട് തോന്നും പോലെ കള്ളുമൊക്കെ അടിച്ച് എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, പിള്ളേർ കുർബാനയോ എന്തോ നാപ്പൊക്കെ ചൊല്ലി അങ്ങ് സ്വർഗത്തിൽ എത്തിച്ചോളുന്ന ഒരു വിശ്വാസം. ബസ് കുർബാന വഴി പിന്നെ അങ്ങനെ പടികളുണ്ട്. അപ്പൊ ഇതൊക്കെ എന്തോ ക്രിസ്ത്യാനിറ്റി, ഇതൊക്കെയല്ലേ ഈ നോർത്ത് ഇന്ത്യയിൽ ജനതയ്ക്ക് ഇത് അവിടെ ചെന്ന് പറയാം, അവർക്ക് ഇതുപോലെ മനസ്സിലാവും. അത് തന്നെ വാസ്തവത്തിൽ അതിന്റെ ഒരു പതിപ്പാട്ടല്ലേ ഇതെന്ന് തോന്നുന്നു. വ്യതിയാനം വരുന്നില്ല, വേഷം മാറുന്നു. അതാണ് എന്റെ കാര്യം. ഇപ്പൊ ദൈവങ്ങളുടെ കാര്യം തന്നെ പറയാം. ശൂലം കുത്തുന്ന ദൈവം അവിടെ ഉണ്ടെങ്കിൽ ഇവിടെയുണ്ട്, ഇല്ലേ? ഉണ്ട്. അപ്പൊ ഈ വിഗ്രഹാരാധനയും ഈ ബഹുദൈവങ്ങള് ഇവര് ഇതെല്ലാം വണങ്ങാനല്ലെന്നോ അല്ലെങ്കിൽ എന്തോ അതിന് പ്രതി അതൊന്നും ശരിയല്ല ആ ചിന്താഗതിയൊന്നും. അതുകൊണ്ട് റിയൽ ആത്മരക്ഷ, മരണാനന്തര ജീവിതം, ധാർമ്മിക മൂല്യമുള്ള ജീവിതം, ഇതൊക്കെ ഈ ജനത്തെ ബോധ്യപ്പെടുത്തി സന്മാർഗത്തിൽ നന്നായിട്ട് ജീവിക്കുന്നതിന് അപ്പുറത്ത് നമുക്കൊരു ജീവിത ലക്ഷ്യം ഉണ്ടെന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റുന്ന അത് നമ്മുടെ ആളുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ, അല്ലേ? അതെ. അവര് മദ്യപാനം നിർത്തി ബർക്കൂത്തുകളൊക്കെ നന്നായിട്ട് ജീവിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഈ പറഞ്ഞ നക്സൽ മാവോയിസ്റ്റ് കോറിഡോറുകളിലെല്ലാം വലിയ മാറ്റം. അതുപോലെ പഞ്ചാബില് ഇവിടെല്ലാം വലിയ റിഫോർമേഷൻ പിന്നെ ജനങ്ങളെ വലിയ മാറ്റം. ഇപ്പൊ ഈ പീഡകൾക്ക് നടുവിലും ചർച്ച് ഗ്രോത്ത് ഏറ്റവും ഗുണപരമായി ഭവിക്കുന്നുള്ളത് അതിലെ ഒരു നല്ല റിസൾട്ടായിട്ട് പരിഗണിക്കണം. അത് ഈ അല്പം ചിന്തിക്കാൻ കഴിവുള്ള ബൗദ്ധികമായ കലകളിലൊക്കെ നിൽക്കുന്ന ആളുകളെ അടുത്തൊന്നും ഇവരുടെ ഈ കളിയൊന്നും നടക്കില്ല. ഈ പാവപ്പെട്ട ആളുകളെയും മലമ്പ്രദേശങ്ങളിലും ഒക്കെ ദരിദ്രനാരായണന്മാരായ പാവങ്ങളെയൊക്കെയാണ് ഈ തല്ലിയും പിടിച്ചുമൊക്കെ ആയിട്ട് ഇവര് മതം മാറ്റുന്നെന്ന് പറഞ്ഞ് ഈ കേസിലകപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത്. പട്ടണപ്രദേശങ്ങളിൽ ഇതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് പട്ടണങ്ങളിൽ ചർച്ചകൾ ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. ഇത് എത്ര വിശ്വസിച്ചെന്ന് അറിഞ്ഞാലും 145 കോടി ജനങ്ങൾ കിടക്കുന്നിടത്ത് 1000 വർഷമായാലും ഇവിടെ ക്രിസ്ത്യാനിറ്റി ഈ രീതിയിലാണെങ്കിൽ ഉണ്ടാവുമോ? ഈ രീതിയിലാണെങ്കിൽ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് എന്റെ വിശ്വാസം. അപ്പൊ ആരെങ്കിലും കുറച്ച് മനുഷ്യർ നല്ല മനുഷ്യരായിട്ട് മാറുന്നെങ്കിൽ മാറിക്കോട്ടെ എന്ന് കണ്ടാൽ പോരെ. അല്ലാതെ ഇത് ക്രിസ്ത്യ രാജ്യമാക്കി മാറ്റാൻ എവിടെ ആകാനത്? 1000 വർഷം കഴിഞ്ഞാകത്തില്ലല്ലോ ഈ രീതിയിലാണെങ്കിൽ. ഒരു ഓർഗാനിക് ഗ്രോത്തേ കാണുന്നുള്ളൂ. അത്രേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇവരോട് പറയാനുള്ള ഇവര് ഇതൊക്കെ നിർത്തണം, അല്ലേ? ഈ പാവങ്ങളെയൊക്കെ തല്ലി അവര് നന്നായി ജീവിച്ചോട്ടെ. ഒരു മറ്റൊരു ധാർമ്മിക നിലവാരത്തിലേക്ക് അധികാരവും ശക്തിയെല്ലാം കയ്യിലിരിക്കുമ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് പാവങ്ങളെ അമർച്ച ചെയ്യുന്നത് ധാർമ്മിക വിരുദ്ധമാണ് ഏറ്റവും. കേരളത്തിൽ പിന്നെ അതങ്ങ് ഒട്ട് വളരെ ചുരുക്കമാണ്. എനിക്ക് തോന്നുന്നത് യു പിയിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ സംഭവിച്ചത്. ഛത്തീസ്ഗഡ്, UP, ബീഹാർ,
ഇവിടെല്ലാം സമാനതകളില്ലാത്ത ക്രൂരമായ പ്രശ്നങ്ങളാണ്. പ്രതികരിക്കാനോ സഹായിക്കാൻ ആരുമില്ല. പ്രതികരിക്കാൻ നിയമ സഹായമൊക്കെ കിട്ടി വരുമ്പോഴേക്കും ഒരു ഘട്ടം കഴിയും. അല്ല, അത് എങ്ങനെ പ്രതികരിക്കാനാ? ഈ പോലീസും എല്ലാം അവിടെ നിഷ്ക്രിയമാണ്. നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവരെയൊക്കെ പിടിച്ച് അവധിക്കും. പക്ഷെ സ്ത്രീകൾ പ്രതിരോധിക്കുന്നുണ്ടല്ലേ ചിലയിടത്ത്. അപ്പൊ ഇങ്ങനെയല്ല നോർത്ത് ഇന്ത്യയിലെ പാവങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കാം, അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെ, അവിടെ പ്രവർത്തിക്കുന്നവരെ നമ്മൾ അഭിമാനത്തോടെ തന്നെ അവരെ നമ്മൾ കാണണം. അവര് വടക്കേ ഇന്ത്യയിൽ സുവിശേഷ പ്രവർത്തനം എന്നും പറഞ്ഞ് അവിടെ ചെന്നിട്ട് ഒന്നും ചെയ്യാത്ത ആളുകളും ഉണ്ട് അവിടെ. ഇടയ്ക്ക് മടിയന്മാരായിട്ട് നടക്കുന്ന ആളുകളും മാസം തോറും റെമ്യൂണറേഷൻ കൈപ്പറ്റുന്നവരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇതിനിടയിൽ ബഹുഭൂരിപക്ഷ ആളുകളും ആത്മാർത്ഥതയോടെ തന്നെ ഈ കാര്യങ്ങളിൽ ചെയ്യുന്നുണ്ട്. BJP സർക്കാർ എന്താ ഈ കാര്യത്തിൽ ഇതിനകത്ത് അവർ വിട്ടുവീഴ്ച ചെയ്യണമല്ലേ? അവർ എന്തെങ്കിലും അതിൽ വിശ്വസിച്ചോട്ടെന്ന് നോക്കണം. അവർക്ക് പറ്റില്ലല്ലേ അത്? ഈ BJP അതിന്റെ ഒരു രാഷ്ട്രീയ മുഖം മാത്രമാണ്. RSS നൂറുകണക്കിന് സംഘടനകളില്ല, ബജറംഗദൾ, ഇവരെയൊക്കെ നിയന്ത്രിക്കാൻ പാടാണ്. ഇല്ലിറ്ററസി അവരുടെയും വിഷയമാണ്. ഈ പ്രവർത്തകരും വിദ്യാഭ്യാസരഹിതരാണ്. മിത്തുകളുടെ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരാണ്. അതായത് 21ാം നൂറ്റാണ്ടിൽ നിന്നുകൊണ്ട് 10,000 വർഷം മുമ്പത്തെ ഇന്ത്യ നല്ലതായിരുന്നു പറയുന്ന വിവരദോഷമാണ് അവരാ കാണിക്കുന്നത്. പണ്ട് നെറ്റ് ഉണ്ടാവും, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഇന്റർനെറ്റ് ഉണ്ടായിരുന്നെന്നും. അത് ഹനുമാനായിരുന്നു ആദ്യത്തെ ഇന്റർനെറ്റ്. പിന്നെ വിമാനം, പശുവിന്റെ മൂത്രം. അല്ല, പശുവിന്റെ മൂത്രത്തിന്റെ ഔഷധ ഗുണം കണ്ടേക്കും. അല്ല, അതൊക്കെ ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ ആയുർവേദിക് മേഖലയിലൊക്കെ ചിലപ്പോൾ ഈ ആയുർവേദം തന്നെ അത് അങ്ങോട്ട് പോകാതിരിക്കുക നല്ലത്. കാരണം ഇതിലും എല്ലാത്തരം ചികിത്സകൾക്കും അത് ഫലിക്കുന്നവരുണ്ടല്ലോ. ഞാൻ ഈ ഹോമിയോ പോലുള്ള ചികിത്സകളെ അംഗീകരിക്കുന്ന ആളല്ല. പക്ഷെ അത് കഴിക്കുന്നവർക്ക് സൗഖ്യമില്ലേ? അത് നമ്മുടെ ആരിഫ് അങ്ങനെ മുഹമ്മദ് അംഗീകരിക്കുന്ന ആളല്ല. ഇസ്ലാം മതത്തെ അംഗീകരിക്കാത്ത പോലെ തന്നെ ഹോമിയോയും ഡോക്ടറാണ് അവര്. അപ്പൊ വടക്കേ ഇന്ത്യയിലെ ജനങ്ങളോട് നമുക്ക് അവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യാല്ലേ? നമുക്ക് കരുത്തരായിട്ട് ആ ഫീൽഡിൽ പ്രവർത്തിക്കുകയും ഈ കഷ്ടങ്ങളും സങ്കടങ്ങളും ക്രിസ്തീയ വിശ്വാസത്തിന്റെ സഹജ ഗുണങ്ങളാണ്, അതിനെ ആ നിലയിൽ ഉൾക്കൊണ്ട് പോവുക എന്നുള്ളതാണ്. പക്ഷെ ഇതുപോലെ കഷ്ടതയും ഇങ്ങനെയുള്ള പീഡകൾ ഏറ്റ സ്ഥലങ്ങളിലൊക്കെ ക്രിസ്ത്യാനിറ്റി വളർന്നിട്ടുണ്ട്. അല്ലേ? അങ്ങനെയാണ് വളർന്നു വന്നതൊക്കെയാണ്. പക്ഷെ ഇന്ത്യ പോലുള്ള മഹാരാജ്യത്ത് ഇങ്ങനെ പീഡകൾ അഴിച്ചു വിട്ടത് കൊണ്ട് അവർക്കും ഗുണമുണ്ടാകുന്നില്ല, വിശ്വാസികൾക്കും ഗുണമുണ്ടാകുന്നില്ല. അതൊരു അല്ല, ഇത് ഇന്ത്യക്ക് ഇതിന് ദോഷം വരണ്ടേ? അങ്ങനെ ഒരു ദോഷമില്ലല്ലോ. ഇവര് നല്ല മാർഗത്തിലേക്ക്. ദോഷം ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് എടുത്ത് പറയുന്നതെല്ലാം വ്യാജങ്ങളാണ്, അടിസ്ഥാനപരമായ. കഴിഞ്ഞ ദിവസം മതിശാമരല്ലേ പറഞ്ഞ, ചാരായം വാറ്റി കുടിച്ചോണ്ടിരുന്ന ആളുകളെ അത് നിർത്തി നല്ല മാർഗത്തിലേക്ക് എങ്ങനെ നന്നായി ജീവിക്കണം. അവരുടെ ഇടയിലുള്ള ഈ ദുർചിന്തകളെല്ലാം മാറി. അല്ലെ? അങ്ങനെയല്ലേ പറയുന്നതൊക്കെ? കള്ളുകൂടി, ഈ അമിതമായ ലഹരി ഉപയോഗങ്ങളൊക്കെ മാറി ധാർമ്മിക ജീവിതം നന്നായി. അപ്പൊ എന്നിട്ട് അവരെ ഉപദ്രവിക്കുക, അവരെ കേസിൽ കൊടുക്കുക, അവരെയിട്ട് കഷ്ടപ്പെടുത്തുക. അത് വിദേശ രാജ്യങ്ങളിൽ, ക്രിസ്ത്യൻ രാജ്യങ്ങളിലൊക്കെ ചെന്ന് അവിടുത്തെ സുഖസൗകര്യങ്ങൾ ആവശ്യത്തിന് ആസ്വദിച്ചതിന് ശേഷമാണ്. എനിക്കൊന്ന് ഈ രാഹുൽ ഈശ്വറും വെളിയിലൊക്കെ പഠിച്ചതെന്ന്, ലണ്ടനിൽ പഠിച്ച. എന്നിട്ടാണ് പുള്ളി ഇവിടെ വന്ന് ഏറ്റവും വലിയ തീവ്രവാദ പ്രസംഗം നടത്തുന്നത്. എനിക്കത് ഒരു വിരോധാഭാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വിദേശങ്ങളിലൊക്കെ പോയി അവിടെ അങ്ങനെ ഒന്നുമില്ലല്ലോ, വലിയവനും ചെറിയവനും ഒന്നുമില്ല, എല്ലാവരും ഒരുമിച്ച്. പക്ഷെ ഇവിടെ വന്നിട്ട് ഏറ്റവും വലിയ വിഭാഗീയത വരുത്തുന്നത് ഇവരൊക്കെ. അതൊക്കെ എന്ത് ഒരു മാനസികാവസ്ഥയല്ലേ? അപ്പൊ എന്തോ ചെയ്യേണ്ടത്? നമുക്ക് വടക്കേന്ത്യ ജനതയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരോട് ഭരണകൂടത്തിന് ഭരണഘടന പ്രകാരം ഭരിക്കാനും മതേതരത്വം ഇന്ത്യയുടെ ഭരണഘടന അവിഭാജ്യ ഘടകമാണെന്ന് മനസ്സിലാക്കി നിലനിൽക്കാനും, അങ്ങനെ എല്ലാ മനുഷ്യരുടെയും സന്തോഷവും എല്ലാ മനുഷ്യരുടെയും ക്ഷേമവുമാണ് സർക്കാർ പൊതുവിൻ്റെതാണെന്ന് ബോധ്യപ്പെടാൻ കഴിയട്ടെ എന്നും ആഗ്രഹിക്കാം. ഓക്കെ, താങ്ക് യു.